ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അയലത്തെ മലയാളി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അനുമോള് വിന്നിംഗ് പൊസിഷനിലേക്ക് നടന്നെടുക്കുകയാണോ? എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. വിശ്വസ്തമായ ഹാൻഡിലുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇപ്പോൾ മുൻതൂക്കം ചെറിയ അതാണെങ്കിലും ആ ഒരു മുൻതൂക്കം ലഭിക്കുന്നത് അനുമോൾക്കാണ്. എന്തുകൊണ്ടാണ് അനുമോൾക്ക് ഈ മുൻതൂക്കം കിട്ടുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് റീസൺസ് ഉണ്ട്. ഇനി നിങ്ങൾ അടുത്ത വർഷമോ ഇനി വരും സീസണുകളിലോ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു PR-നെ കണ്ടുപിടിക്കുക. ISI സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു 10 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ കാശ് മുടക്കി നല്ല ഒരു PR-നെ അങ്ങോട്ട് ഏൽപ്പിക്കുക. അത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എല്ലാ ദിവസവും കണ്ടൻറ്റ് കൊടുക്കണം. ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ തെറി കേൾക്കുന്നതായിക്കോട്ടെ അതെല്ലാം PR ഏറ്റെടുത്തോളും. പക്ഷേ PR-ന് പ്രവർത്തിക്കുവാനായിട്ട്, PR-ന് റീലുകൾ ഇറക്കുവാനായിട്ട്, PR-ന് വെളുപ്പിക്കുവാനായിട്ട് നിങ്ങൾ ചുമരുണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കി കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, സ്വന്തം കാര്യം മാത്രം, മറ്റുള്ളവരുടെ ജീവിതം തച്ച് തകർന്നു കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഒരു തരത്തിലുള്ള ഹൃദയം പാടില്ല, കഠിനമായിട്ടുള്ള ഹൃദയമായിരിക്കണം. വിജയം മാത്രം, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവരെ ചവിട്ടി മെതിച്ചാലും തേജോവധം ചെയ്തു കഴിഞ്ഞാലും അവരുടെ ജീവിതം ഏത് തരത്തിലുള്ള അപരാധം പറഞ്ഞ് നമ്മൾ തകർത്തെറിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കിൽ അനുമോളെ പോലെ നിങ്ങൾക്കും ഒരു വിന്നറാകാം. ഇത് ശരിക്കും ഒരു ട്രെയിനിങ് ആണ്. എങ്ങനെ ഇനി ബിഗ് ബോസിൽ വിന്നറാകാം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ട്രെയിനിങ് ആണ്. പക്ഷേ നിങ്ങൾ ഓർക്കുക, പുറത്തിറങ്ങിയിട്ട് അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട്. ഈ പറയുന്ന ഈ ആളുകളെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിക്കും. ഒരു ദിവസം അത് തിരിച്ചടിക്കും. PR-കളും എല്ലാ ദിവസവും നിങ്ങൾക്ക് PR-കളെ കാശ് കൊടുത്ത് നിർത്താൻ പറ്റില്ല. അവരവരുടെ ജോലി നോക്കി അടുത്ത എരയെ തേടിപ്പോവും, അല്ലെങ്കിൽ അടുത്ത കാശ് കൊടുക്കുന്ന ആളെ തേടിപ്പോവും. അവർക്ക് ഒരിക്കലും നിങ്ങളോട് വേറെ ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ മാത്രമാണ് ഇനി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ജിൻഡോയ്ക്ക് സംഭവിച്ച് നിങ്ങൾക്ക് സംഭവിക്കും. ഇപ്പോൾ PR-കൾ വീണ്ടും ജിൻഡോനെ ഇപ്പം വിളിപ്പിക്കുന്നുണ്ട്. കാരണം ജിൻഡോ ഇപ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. ഞാനിനി PR-ന് കൊടുത്ത് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലും പുറത്തിറങ്ങിയിട്ട് എൻ്റെ കരിയർ എന്താകും? ജിൻഡോയുടെ കരിയർ ഗ്രാഫ് താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതം, ഇപ്പം നമ്മൾ പറയാം ശൈത്യ ബിൻസി ഇന്നലെ ശക്തമായിട്ട് അവർക്ക് നേരിട്ട സൈബർ ബുള്ളിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളിൽ കയറി വന്നിട്ട് അവരെ എന്തുകൊണ്ട് ഇത് പറഞ്ഞുവെന്ന് ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശൈത്യ കുറവുടെ ഭയങ്കരമായിട്ട് രോഷത്തോടെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ബിൻസി വേണ്ടടുത്ത് മാത്രം രോഷത്തോടെയും അല്ലാത്തടത്ത് ചില്ലായിട്ടാണ് ബിൻസി പെരുമാറുന്നിടത്ത് നമുക്ക് കാണുന്നത്. എന്നിട്ട് പോലും നമ്മൾ റീലുകൾ എടുത്ത് നോക്കുക, പണ്ട് നടന്ന സംഭവങ്ങൾ, അതിൻ്റെ സംഭവങ്ങൾ എടുത്തിടുകയാണ്. അതായത് ശൈത്യയും അനുവും ആദില നൂറയും ഇരുന്നു കൊണ്ട് അപ്പാനി ശരത്തിൻ്റെയും ബിൻസിയുടെയും കുറ്റം പറയുന്നത്, ബിൻസി ജിസേലിനെ കുറിച്ചും ആര്യനെ കുറിച്ചും മറ്റ് ആണുങ്ങളെക്കുറിച്ചും ചെറുതായിട്ട് ഒരു കമൻ്റ് ഇറക്കുന്നത്, ഇങ്ങനെയുള്ള റീലുകൾ വന്നു കഴിഞ്ഞിട്ട് ഇതും കൂടെ ആ റീല് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വന്ന എപ്പിസോഡ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇവരെന്താണ് ഈ പറയുന്നത്? ഇതാണ് മക്കളെ സൈക്കോളജിക്കൽ മൂവ്. നിങ്ങളുടെ തലച്ചോറിനെ പിടിച്ചു കുലുക്കി നിങ്ങളുടെ ഹൃദയത്തെ കുറച്ച് നേരത്തേക്ക് എടുത്ത് ഒരു വോട്ട് കുത്തിക്കുക. ഒരൊറ്റ വോട്ടേ നിങ്ങൾക്കുള്ളൂ, ആ ഒരു വോട്ട് കുത്തിക്കുക. അങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട അമ്മമാരെ, കുടുംബത്തിലുള്ള ആളുകളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അനീഷിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താ സാധിക്കുന്നത്? ഒരിക്കലും ആർക്കും എന്തുകൊണ്ടാണ് അനീഷിനോട് വലിയ പ്രോബ്ലം ഇല്ലാത്തത്? കാരണം അവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള അപരാധവും പറഞ്ഞിട്ടില്ല, അവരോട് ഒരു മോശമായിട്ട് കാര്യം പറഞ്ഞിട്ടില്ല, അവരെക്കുറിച്ച് വൃത്തികെട്ട അലഗേഷൻസ് പറഞ്ഞ് പരത്തിയിട്ടില്ല. അതാണ് അനീഷിൻ്റെ ക്വാളിറ്റി. അതുകൊണ്ടാണ് ഞാൻ അനീഷ് ജയിച്ചാലും തോറ്റാലും അനീഷിൻ്റെ കൂടെ നിൽക്കുന്നതിന് കാരണം, അനീഷിനെ വോട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നതിന് ഏക കാരണം അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിന്തിച്ച് വോട്ട് ചെയ്യുക, ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ മാക്സിമം വോട്ട് നമുക്ക് സത്യത്തിന് നന്മയ്ക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഷോ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഷോയാണ്. അല്ലാതെ ആർക്കും കയറി വന്ന് കളിച്ച് വിൻ ചെയ്യുന്ന ഒരു ടർഫ് പോലെയൊന്നും നമ്മുടെ ബിഗ് ബോസ് ഷോ ആയിട്ട് മാറരുത്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം പ്രചരിപ്പിക്കുക. നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആത്മാർത്ഥം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അനീഷിന് തന്നെ വോട്ട് ചെയ്യുക. അനീഷിന് വോട്ട് ചെയ്യാൻ പറയുന്നതിന് കാരണം ബാക്കിയുള്ള മത്സരത്തിൽ തള്ളി നിർത്തിയിട്ടല്ല. ഇവിടെ അനീഷ് വേഴ്സസ് അനുമോളാണ്. അതുകൊണ്ട് അനീഷിന് വോട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.